വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അനറ്റോമിക്സ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മിസ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന എക്സാമിന് നേടിത്തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യന് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കും കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ബാർബർ ഷോപ്പിൽ ഒരു കുട്ടിക്ക് തന്റെ പ്രതിബിംബം മുൻപിലും പിറകിലും ഇരുവശങ്ങളിലും കാണാനായിട്ട് സാധിച്ചു. കുട്ടിക്ക് തന്റെ പ്രതിബിംബം എല്ലായിടത്തും കാണാൻ സാധിച്ചത് ഏത് പ്രതിഭാസം മൂലമാണ്? അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ. നമുക്കറിയാം, നമ്മൾ ബാർബർ ഷോപ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒന്നിലധികം കണ്ണാടികൾ അല്ലെങ്കിൽ ഒന്നിലധികം മിററുകൾ കാണാൻ പറ്റും. നമ്മുടെ മുമ്പിലും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ പിന്നിലും ഉണ്ടാവും. അങ്ങനെ ആ കാണുന്ന മിറർ മൂലം നമുക്ക് മുന്നിലുള്ള ആ ഒരു ചിത്രവും അല്ലെങ്കിൽ പിന്നിലുള്ളതും അതുപോലെ തന്നെ സൈഡിലുള്ളതും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന് കാരണം എന്താണ്? അതായത് തന്റെ പ്രതിബിംബം എല്ലായിടത്തും കാണാൻ സാധിച്ചത് ഏത് പ്രതിഭാസം മൂലമാണ്? അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ആൻസർ എന്താണ് മക്കളെ? ആവർത്തന പ്രതിപതനം. എന്താണ് ആവർത്തന പ്രതിപതനം? അതായത് ഒരു തവണ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ എന്താണ്, നമുക്ക് കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒന്നിലധികം തവണ റിഫ്ലക്ഷൻ സംഭവിക്കുവാണെങ്കിൽ അപ്പോൾ എന്താണ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആവർത്തന പ്രതിപതനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചായിരുന്നല്ലേ, 2 പ്ലെയിൻ മിററുകൾ നമ്മൾ ഇതുപോലെ പരസ്പരം ടച്ച് ചെയ്യാതെ വെച്ചു. എന്നിട്ട് അതിന്റെ നടുക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്ലെയിൻ മിററിൽ ഈ മെഴുകുതിരിയുടെ ഒന്നിലധികം ഇമേജസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം എന്തായിരുന്നു? കാരണം ഈ പറയുന്ന മെഴുകുതിരിയിൽ നിന്ന് വരുന്ന ലൈറ്റ് ആദ്യം ഈ ഒരു മിററിൽ വരുന്നു, എന്നിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്നു, പിന്നെ വീണ്ടും റിഫ്ലക്ട് ചെയ്ത് ആദ്യത്തെ മിററിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും റിഫ്ലക്ട് ചെയ്ത് ആദ്യത്തെ മിററിലേക്ക് പോകുന്നു. അങ്ങനെയാണ് നമുക്ക് ഒന്നിലധികം തവണ ഈ പറയുന്ന സെയിം മെഴുകുതിരിയുടെ ഇമേജസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെയാണ് നമ്മൾ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം: 2 സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ ഒരു കേസിൽ നോക്കിയ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന 2 പ്ലെയിൻ മിററും തമ്മിൽ നമ്മൾ ഒരു ആംഗിളിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, കാരണം അത് രണ്ടും പരസ്പരം ടച്ച് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇനി ഇൻ കേസ് ഈ പറയുന്ന 2 പ്ലെയിൻ മിററും ഒരു പെർട്ടിക്കുലർ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെക്കുവാണെങ്കിൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബം അല്ലെങ്കിൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഇമേജസുകളുടെ എണ്ണം നമുക്കൊരു ഇക്വേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ ഇക്വേഷൻ എന്താണ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? 360 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഈ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഈ പറയുന്ന പ്ലെയിൻ മിററുകൾക്കിടയിൽ രൂപപ്പെട്ട ആ ഒരു കോണളവിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം ഇതാണ്: ഈ അവരുടെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മളോട് ഇക്വേഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ബന്ധം? ആ കോണളവ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ അല്ലെങ്കിൽ ഇമേജസുകളുടെ എണ്ണം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? എന്താണ് ആ ഒരു ബന്ധം എന്ന് മനസ്സിലായോ? ആ കോണളവ് അല്ലെങ്കിൽ ആംഗിൾസ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന ഇമേജസിന്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ ഇംഗ്ലീഷ് മീഡിയം മക്കൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. എ ചൈൽഡ് ഇൻ എ ബാർബർ ഷോപ്പ് കുഡ് സീ ഹിസ് റിഫ്ലക്ഷൻ ബോത്ത് ഇൻ ഫ്രണ്ട്, ബിഹൈൻഡ് ആൻഡ് സൈഡ് മിറർ. Which phenomena allows the child to see his reflection everywhere? Answer: multiple reflection ആയിരുന്നു. What is the relationship between angle between 2 plane mirror and the number of images? എന്താണ്? Angle between 2 plane mirror increase ചെയ്യുമ്പോൾ number of image will be decreases. അത് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് കംപ്ലീറ്റ് ചെയ്ത ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ഇക്വേഷൻ എത്രയായിരുന്നു? 360 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. അപ്പൊ എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ആംഗിൾ. ഏറ്റവും ആദ്യം 30 ഡിഗ്രി ആണ്. അപ്പൊ എങ്ങനെ വരും? 360 ഡിവൈഡഡ് ബൈ 30 മൈനസ് 1 വരും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണണം? യെസ്, ഈ ഒരു വാല്യൂ ആദ്യം കാണണം. 360 ഡിവൈഡഡ് ബൈ 13 കാണണം. അതെത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ്. 12 മൈനസ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ്? 11 ആൻസർ വന്നത്. ഇനി അടുത്തത് 16 നമുക്ക് തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. അടുത്തത് 90 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സെയിം രീതിയിൽ ചെയ്യുക? അതായത് 360 ഡിവൈഡഡ് ബൈ 90 മൈനസ് 1. ഏറ്റവും ആദ്യം നമ്മൾ ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ആൻസർ ആയിട്ട് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 വരും. കാരണം 360 ഡിവൈഡ് ബൈ 90 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം 4 ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഏതാണ് ചോദ്യം? 120 ആണ്. അപ്പൊ നമ്മളൊന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എങ്ങനെ വരും? 360 ഡിവൈഡഡ് ബൈ 120 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 വരും. ഓക്കെ,
അപ്പൊ ഇവിടത്തെ കേസിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ ആംഗിൾ ഇങ്ങനെ കൂടി വരും. ആദ്യം 30 ഡിഗ്രി ആയിരുന്നു, പിന്നെ 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി. അതിങ്ങനെ ആംഗിൾസ് ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഇമേജസ് എന്തായിട്ടുണ്ട്, കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് 5 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ, മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് നിങ്ങൾ അറിയേണ്ട ആകെയുള്ള ഒരു കാര്യം എന്താണ്, ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്താണെന്നും ഈ പറയുന്ന അവർ തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ, അവർ തമ്മിലുള്ള ഒരു ബന്ധവും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ, നമ്മൾ ഇതാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിന് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് എഴുതി നല്ല മാർക്ക് മേടിക്കും മക്കളെ.